ഫ്രണ്ട്സ്, പി സി ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തല പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഞാനിതാ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയായി മാറട്ടെ. എന്തായാലും ഇത് നല്ല ക്വസ്റ്റ്യൻസ്, PSC ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ്, ആ റാങ്ക് ഫയലിൽ നിന്ന് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി ഇരുന്ന് കാണുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻസ് വായിക്കേണ്ടെന്ന് നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആൻസർ മാത്രം വായിച്ചു പോവുകയാണ്. മുഖ്യമന്ത്രിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയം ഏതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയമാണ് വിദ്യാഭ്യാസം. അടുത്തത്, ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസാണ്. അടുത്തത്, പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? രാജേന്ദ്ര പ്രസാദാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിൽ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അത് നമുക്ക് ഓപ്ഷൻസ് വായിക്കേണ്ടിയിരിക്കുന്നു. താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത് എന്നുള്ളതാണ്. സമത്വത്തിനുള്ള അവകാശം ഓപ്ഷൻ A, B വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, C സ്വത്തിനുള്ള അവകാശം, D മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമുക്കറിയാം ഏതാണെന്ന്. സ്വത്തിനുള്ള അവകാശമാണ് മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ്? AK ഗോപാലനാണ് ഇന്ത്യൻ ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്. അടുത്തത്, കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടുന്ന കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 21 വയസ്സാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പാർലമെന്റിനാണ്. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ്. ഈ ഓപ്ഷൻ തന്നതിൽ ഉത്തരമില്ല. ശരിയുത്തരം തന്നിരിക്കുന്നത് HL ദത്തു എന്നാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 292 ആണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 292 ആണ്. അടുത്തത്, 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ആരാണ്? C രാജഗോപാലാചാരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ. പൗരത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടുത്തത്, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എപ്പോഴാണ്? 2005 അടുത്തത്, ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ UGC രൂപീകൃതമായത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഡോക്ടർ S രാധാകൃഷ്ണൻ. അടുത്തത്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? ഉത്തരം VP മേനോൻ. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ വിവരണം ലഭ്യമാകണം എന്നുള്ളത്? 48 മണിക്കൂറിനുള്ളിലാണ്. അടുത്തത്, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം രാജേന്ദ്ര പ്രസാദാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്.
അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ട്? 2 അംഗങ്ങളാണ് ഉള്ളത്. അടുത്തത്, സുപ്രീം കോടതിയുടെ ഒരു വിധി പുനഃപരിശോധിക്കുവാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? അത് സുപ്രീം കോടതിയുടെ ഒരു വിധി പുനഃപരിശോധിക്കുവാനുള്ള അധികാരം ആർക്കാണുള്ളത്? സുപ്രീം കോടതിക്ക് തന്നെ. അടുത്തത്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അത് അനുച്ഛേദം 21A ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21A. അടുത്തത്, കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം എപ്പോഴാണ്? 1996. അടുത്തത്, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസും ഉത്തരമില്ല എന്നുള്ളതാണ് ഇതിൽ തന്നിരിക്കുന്നത്. ശരി ഉത്തരം ആരാണ്? ആന്റണി ഡൊമിനിക്കാണ്. അടുത്തത്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, VP മേനോനാണ്. അടുത്തത്, 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ VS കോത്താരിയാണ്. അടുത്തത്, അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന റിട്ട് ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാനായിട്ട് ഉപയോഗിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തത്, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോകസഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി ആരാണ്? ഉത്തരം KR നാരായണനാണ്. അടുത്തത്, ഇന്ത്യയിലെ 3ാമത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? അത് സുജാത സിംഗ് ആണ്. 3ാമത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി. അടുത്തത്, ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് തൽസ്ഥാനം രാജിവെക്കണമെന്ന് തീരുമാനിച്ചാൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് തൽസ്ഥാനം രാജിവെക്കണമെന്ന് തീരുമാനിച്ചാൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് എന്നുള്ളതാണ്. ഉത്തരം ഇന്ത്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഈ ഓപ്ഷൻസ് തന്നതിൽ എന്താണ് ശരി ഉത്തരമില്ല. ശരി ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ശരി ഉത്തരം തന്നിരിക്കുന്നത് RK മാത്തൂറാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമുക്ക് പോകാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങളിലാണ് അത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അടുത്തത്, പ്രിവി പഴ്സ് നിർത്തലാക്കിയത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. പ്രിവി പഴ്സ് നിർത്തലാക്കിയത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? അമേരിക്കയോടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്? അമേരിക്കയോടാണ്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്തത്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം എന്തു പേരിൽ അറിയപ്പെടുന്നു? അതാണ് പ്രിവെൻഷൻസ് ഓഫ് അട്രോസിറ്റീസ് ആക്ട് ആണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. അടുത്തത്, പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സുപ്രീം കോടതി അയോഗ്യനാക്കിയ പാക് പ്രധാനമന്ത്രി ആരാണ്? ശരിയുത്തരം യൂസഫ് റസ ഗിലാനിയാണ്. അടുത്തത്, സുപ്രീം കോടതി
ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ നിയമവ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥ പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് ചോദിച്ചിരിക്കുന്നത്. അത് 2ാം ഷെഡ്യൂളാണ്. അടുത്തത്, അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് ഏതാണ്? നമുക്ക് തന്നിരിക്കുന്ന റിട്ട് മാൻഡമസ്, പ്രൊഹിബിഷൻ, ഹേബിയസ് കോർപ്പസ് ഇതൊന്നുമല്ല. ഏതാണ് ഉത്തരം? ഇതൊന്നുമല്ല എന്നാണ്. ശരി ഉത്തരം ഏതാണ്? കോവാറന്റോ ആണ്. അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് എതിരെ നൽകാവുന്ന റിട്ടാണ് കോവാറന്റോ. അടുത്തത്, ഭരണഘടനയുടെ 330 മുതൽ 342 വരെ വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ചാണ് 330 മുതൽ 342 വരെ വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം. ഓർത്തു വയ്ക്കുക, 330 മുതൽ 342 വരെ വകുപ്പുകളാണ്. അടുത്തത്, ഇവയിൽ സുപ്രീം കോടതിയുടെ പിൻകോഡ് ഏത്? ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. സുപ്രീം കോടതിയുടെ പിൻകോഡ് എത്രയാണെന്നുള്ളത് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ്. എത്രയാണ്? 110-201 ആണ് ഇവയിൽ സുപ്രീം കോടതിയുടെ പിൻകോഡ്. 110-201. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അതും 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന പാസാക്കിയ വർഷം ഏതാണ്? അത് 1949 നവംബർ 26. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 17. അടുത്തത്, പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ജീവിക്കുവാനുള്ള അവകാശമാണ്. അടുത്തത്, വിവര സാങ്കേതിക നിയമം പാസാക്കിയത് എപ്പോഴാണ്? ഉത്തരം 2000. അടുത്തത്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ്? ഗാർഹിക പീഡന സംരക്ഷണ നിയമമാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ്? ഗാർഹിക പീഡന സംരക്ഷണ നിയമം. അടുത്തത്, വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ പറഞ്ഞു, 2005. അടുത്തത്, തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്രിപ്സ് മിഷനെയാണ്. അടുത്തത്, ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് എന്താണ്? സുപ്രീം കോടതിയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ്? നമ്മൾ നേരത്തെ റിട്ടുകളെ കുറിച്ച് പറഞ്ഞു അല്ലെ? അത് 5 എണ്ണമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണമാണ്. അടുത്തത്, കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? ബി സുഗതകുമാരിയാണ്. കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? ബി സുഗതകുമാരി. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന വ്യക്തിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്തത്, വിവരാവകാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? നമുക്കപ്പോൾ പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. വിവരാവകാശവുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് അപേക്ഷാ ഫീസ് 10 രൂപയാണ്. അതുപോലെ തന്നെ ബി തന്നിരിക്കുന്നത് അപേക്ഷ സമർപ്പിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കും. ഓപ്ഷൻ സി എന്താ തന്നിരിക്കുന്നത്? ഈ നിയമം നിലവിൽ വന്നത് 2005. അടുത്തത് ഡി തന്നിരിക്കുന്നത് രാജ്യത്തിന്റെ പൊതു താൽപര്യത്തിന് ഹാനികരമാകുന്ന നിയമങ്ങൾ ഒഴികെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിവരം ലഭിക്കും. നമുക്ക് എന്താണ് ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി ആണ്. അപേക്ഷ സമർപ്പിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് വിവരാവകാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. അടുത്തത്,
കുടിക്കിടപ്പുകാർക്ക് 10 സെന്റ് വരെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1970-ലാണ്. അടുത്തത്, സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ്. ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്തത്, പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഉത്തരം ചൈനയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏതു പേരിൽ അറിയപ്പെടുന്നു? അതാണ് മാൻഡമസ് റിട്ട്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്? ആർട്ടിക്കിൾ 29-ലാണ്. അടുത്തത്, പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? അത് 5 മുതൽ 31 വരെയുള്ള ആർട്ടിക്കിളാണ്. 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ. അടുത്തത്, ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC രൂപീകരിക്കപ്പെട്ടത്? നമ്മൾ നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ. അടുത്തത്, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73-ാം ഭേദഗതിയാണ്. അടുത്തത്, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഉത്തരം തന്നിരിക്കുന്നത് PL പുനിയ എന്നുള്ളതാണ്. അടുത്തത്, ഏത് രാജ്യത്തിന്റെ മധ്യസ്ഥതയിലാണ് താഷ്കെന്റ് കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചത്? സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിലാണ് താഷ്കെന്റ് കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചത്. അടുത്തത്, വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന് നടത്തിയതാണ് ഈ പ്രസ്താവന. എപ്പോഴാണ്? 1957 ലോകസഭയിൽ നടത്തിയതാണ്. അടുത്തത്, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണ്? സുഗതകുമാരിയാണ്. അടുത്തത്, നോട്ട അല്ലെങ്കിൽ നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം ഫ്രാൻസ് ആണ്. ഇനി പുരസ്കാരങ്ങളെ കുറിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് നോക്കാം. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ ഏതാണ്? ഉത്തരം ആരാച്ചാറാണ്. അതുപോലെ തന്നെ മനസാക്ഷിയുടെ അംബാസിഡർ പുരസ്കാരം ലഭിച്ച മലാല യൂസഫ്സായി ഏതു രാജ്യക്കാരാണ്? ആരാണ്? പാകിസ്ഥാനാണ്. അടുത്തത്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം പര്യാവരൺ മിത്ര ദേശീയ അവാർഡാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം. അടുത്തത്, ഫാൽക്കെ അവാർഡ് ഏത് വിഭാഗത്തിനാണ് കൊടുക്കുന്നത്? ഉത്തരം സിനിമ. അടുത്തത്, CV രാമൻ നോബൽ സമ്മാനം നേടിയ വർഷം ഏതാണ്? 1930-ലാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താൻസൻ സമ്മാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് താൻസൻ സമ്മാനം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠത്തിന്റെ സമ്മാന തുക എത്രയാണ്? ശരി ഉത്തരം 11 ലക്ഷം രൂപയാണ്. പക്ഷെ ഇവിടെ ആ ഒരു ഓപ്ഷൻസ് തന്നിട്ടില്ല. അടുത്തത്, ആദ്യ വനിതാ നോബൽ സമ്മാന ജേതാവ് ആരാണ്? മേരി ക്യൂറിയാണ്. അടുത്തത്, വാദ്യകലാകാരനുള്ള ആദ്യത്തെ പത്മശ്രീ ബഹുമതി നേടിയ കലാകാരൻ ആരാണ്? PK നാരായണൻ നമ്പ്യാർ. അടുത്തത്, ലോക സമാധാനത്തിനുള്ള പ്രഥമ മഹാതീർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഉത്തരം നെൽസൺ മണ്ടേലയ്ക്ക്. അടുത്തത്, മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതി. അടുത്ത നോക്കാം. 2007 അടൂർ ഗോപാലകൃഷ്ണന് മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? ഉത്തരം 4 പെണ്ണുങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിപ്പാത ഏതാണ്? നമുക്കറിയാം, ബോംബെ മുതൽ താനെ വരെയുള്ളതാണ്. അടുത്തത്, ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമ്മ, ഗോവ.
അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗൂം. ഏത് സംസ്ഥാനത്താണ് ഈ സ്റ്റേഷൻ? അത് പശ്ചിമ ബംഗാളിലാണ്. ഗൂം റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഗൂമിന്റെ പ്രത്യേകത ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം. അടുത്തത് മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ ഏതാണ്? ഉത്തരം ഗ്യാൻ ദർശൻ. ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട്, അതായത് സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണണം. അടുത്തത് ദൂരദർശൻ ആരംഭിച്ചത് എന്നാണ് എന്നുള്ളതാണ്. 1976 ഏപ്രിൽ 1-നാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കർഷകർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ ചാനൽ ഏതാണ്? DD കിസാനാണ്. അടുത്തത് ദിനമണി പത്രത്തിന്റെ സ്ഥാപകൻ R ശങ്കറാണ്. ദിനമണി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? R ശങ്കറാണ്. അടുത്തത് മൊബൈൽ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാർട്ടിൻ കൂപ്പറാണ്. മൊബൈൽ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാർട്ടിൻ കൂപ്പറാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം. ഫോറസ്റ്റ് കൂടെ NCA 2015 ചോദിച്ച ഒരു ചോദ്യമാണ്. മൊബൈൽ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളത് മാർട്ടിൻ കൂപ്പറാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ മോണോ റെയിൽ എവിടെയാണ്? മുംബൈയിലാണ്. പോലീസ് കോൺസ്റ്റബിൾ 2015 ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ മോണോ റെയിൽ എവിടെ? മുംബൈയിലാണ്. അടുത്തത് ഉത്തരമധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? അലഹാബാദാണ്. ഉത്തരമധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? അലഹാബാദാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് മുംബൈയാണ്. LDC ബിൽ കളക്ടർ 2015 ചോദിച്ച ഒരു ചോദ്യമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? അതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അടുത്തത് നോക്കാം. 2013 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രം ഏതാണ്? മലയാള മനോരമയാണ്. അടുത്തത് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് എന്നുള്ളതാണ്. ഹൈദരാബാദാണ്. അടുത്തത് അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ദക്ഷിണ ഗംഗോത്രി. അത് കുറേ ക്വസ്റ്റ്യൻ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ, APB, പോലീസ് മേൽവാർഡൻ, ജയിൽ, അതെല്ലാം ചോദിച്ച ഒരു ചോദ്യമാണ്. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ കേന്ദ്രം ഏതാണ്? ദക്ഷിണ ഗംഗോത്രിയാണ്. അടുത്തത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണ്. അടുത്തത് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ്. ഡൽഹി അമൃതസർ ദേശീയപാത ഏതാണ്? NH1 ആണ്. ഡൽഹി അമൃതസർ ദേശീയപാത. അടുത്തത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊൽക്കത്തയിലാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ്. അടുത്തത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ജലഗതാഗത കനാൽ ഏതാണ്? ബക്കിംഗ്ഹാം കനാലാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയി മാറട്ടെ ഇത്. അപ്പോൾ അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടണില്ല, അതും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഇതുപോലത്തെ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാവുക. താങ്ക് യു.